ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ അവിടെ പോയി നേഴ്സായി ജോലി ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ബന്ധം തുടരാൻ കഴിയും. അതിന് എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ഒരു ഭ്രാന്തി പെണ്ണിന് മരുന്ന് കൊടുക്കാൻ ഇത്ര അറിയാൻ എന്തിരിക്കുന്നു? ആ പിന്നെ ഒരു കാര്യം, പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. ഓക്കെ? ശരി. എന്നെ മനസ്സിലായില്ലേ? എന്നാ ആരാ ഒന്ന് പറഞ്ഞു. അല്ല, രാജൻ, നിന്റെ രാജേട്ട്. നിന്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം നടക്കും. എന്താ, നിനക്ക് സമ്മതമല്ലേ? കുങ്കുമം വിൽക്കുന്ന സന്ധ്യേ, തമിഴകത്തെ തീയങ്കേ, തെന്നൽ മയങ്ങും മണലോരങ്ങളിൽ നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ. ആ വിവാഹവും നടന്നില്ല. അവൾക്ക് അവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ ആവശ്യം എന്റെ സ്വത്തായിരുന്നു. അവൾ എന്നും തന്റെ പ്രേമിനെയും കാത്ത് തടസ്സിപ്പോയി നിൽക്കും. അങ്ങനെയാണ് നിങ്ങളെ അവൾ കണ്ടുമുട്ടിയത്. ആ സംഭവത്തിന് ശേഷം എന്റെ മോൾ ഇന്നാണ് ചിരിച്ചു കണ്ടത്. കാരണം അവളുടെ പ്രേമം നിങ്ങളും ഒരുപോലെ ഇരിക്കുന്നു. പേരെന്താ? പ്രേമചന്ദ്രൻ. പ്രേമെന്ന് വിളിക്കും. അവന്റെ പേര് പ്രേംകുമാർ. പ്രേമെന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞിട്ടെ. ഇരിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുമായി ഇടപഴകുന്നത് അവൾക്കൊരാശ്വാസമായിരിക്കുമെന്ന് തോന്നുന്നു. എന്തോ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലെ ദുഃഖമെല്ലാം മാഞ്ഞുപോയി. ദയവായി ഞാൻ പറയുന്നതിന് എതിര് പറയരുത്. പറയൂ. നിങ്ങൾ ദിവസവും ഇവിടെ വരണം. എന്റെ മകളെ കാണണം. അവളുമായി സംസാരിക്കണം. ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നവനാണ്. പ്രായപൂർത്തിയായ അമ്മയില്ലാത്ത 2 സഹോദരിമാരുണ്ട് എനിക്ക്. അവർക്കെല്ലാം ആശ്രയം ഞാൻ മാത്രമാണ്. അതെല്ലാം ഉപേക്ഷിച്ച്... വേണ്ട, എനിക്ക് ധാരാളം സ്വത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. എനിക്ക് അല്പം മനസമാധാനം ഉണ്ടാക്കി തരാൻ ശ്രമിക്കും. ക്ഷമിക്കണം, ഞാൻ... പ്രേം, ഒരമ്മ മകൾക്ക് വേണ്ടി യാചിക്കുകയാണ്. എന്റെ മകളുടെ അസുഖം മാറിക്കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ മരിക്കാം. പ്രേം, പോകരുത്. അമ്മേ. പ്രേം, കാപ്പി കുടിക്കൂ. വാങ്ങി കുടിക്കൂ. അമ്മേ, ഞാൻ എന്റെ പ്രേമിന്റെ കൂടെ നടക്കാൻ പോകുന്നു. ഇന്ന് വേണ്ട മോളെ, നാളെ ആവട്ടെ. വേണ്ട മോളെ. ശരി, അമ്മ പറഞ്ഞ പോലെ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ പ്രേം, നാളെ വരില്ലേ? പ്രേം, വരാം. നീ ഇപ്പൊ വരണ്ട, നിന്നെ അവസാനം കൊണ്ടുപോകാം കേട്ടോ. അല്ല, എന്നെയും കൊണ്ട് പോന്നേ. എടാ നീ വരണ്ട, ഞാൻ പോയിട്ട് ഇപ്പൊ വരാന്ന്. ആശാനെ, അതിന്റെ അപ്പം ഞാൻ മാളവ്യ.
പ്രൊഫസർ മാളവ്യ. ഓഹോ. ആ നോക്കട്ടെ. എന്താ പേര്? സാധന. നാളെന്താ? പൂരൊരുട്ടാതി. എന്തുരുട്ടാതി? പൂരൊരുട്ടാതി. ആ. വയസ്സ് എത്രയായി? 32. 32 കഴിഞ്ഞിട്ട് എത്ര മാസമായെന്ന്? ഓ, 1.5 മാസമായി. എന്തുവാടാ? ആ, നീ പണ്ടേ കലങ്ങി കിടക്കുകയല്ലേ. പോടാ 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 പോടാ. കിണിക്കാൻ വന്നിരിക്കുന്നു. എന്റെ ശിഷ്യനാ. അതായത് 3 മാസത്തിനുള്ളിൽ ഈ ഹോസ്റ്റൽ വിലക്ക് മേടിക്കും എന്നർത്ഥം. മോഹം കശൂബഹൂറന്തുമജൽ ഗുണേദ്യം നഗ്നം ദിവം ശകരുണം തവപാദപത്മം. അതായത് മോഹങ്ങളും മോഹബന്ധങ്ങളും തീർന്ന് തവപാദപത്മം, അതായത് നിങ്ങളുടെ ഈ നഗ്നപാദങ്ങൾ ഫോറിലേക്ക്, അതായത് ദുബായിലേക്ക് പോകും എന്നർത്ഥം. ഒരു 10 രൂപ ആവട്ടെ. എന്ത്? ഒരു 10 രൂപ. ഞാനേ ദുബായി പോയി വന്നിട്ട് തരാം. സാർ പോണം. ശരി. അയ്യേ. പോണം സാറേ. ഈ നിലയ്ക്ക് ദുബായി പോകുന്ന ലക്ഷണമില്ല. ബോംബെ വരെ പോകും. അയ്യോ, എന്ത് പറ്റി? അയ്യോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എന്റെ കാശില്ലല്ലോ. ഒരു സ്ത്രീയുടെ അടുത്ത് കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? ചോദിക്കാൻ എടാപോടാന്ന് വിളിക്കരുത്. എത്ര വിളിച്ചാലും